ഒന്നും വന്നിട്ടില്ല വില്ലേജ് ഓഫീസർ. സ്വന്തമായിട്ട് വീടുണ്ട്, വസ്തുവുണ്ട്, വഴിയുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലോൺ എടുക്കണമെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടണം കേട്ടോ. എത്ര ദിവസമായിട്ട് ഞാൻ ഈ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങുവാന്നറിയാവോ? ഇന്നേ ദിവസം വരെ ആ വില്ലേജ് ഓഫീസറെ ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ ഈ വില്ലേജ് ഓഫീസ് എന്നുള്ള പേര് മാറ്റിയിട്ട് വല്ല ജിംനേഷ്യം ഒന്ന് ഇടണം. കാരണം കയറി ഇറങ്ങിയ എന്റെ ഷുഗറിന്റെ ലെവൽ അങ്ങ് താഴോട്ട് പോയി. അവിടെ ഇവിടെയും കയറി ഇറങ്ങി ചെരുപ്പിന്റെ വായ്ക്കോശം ഉഴുന്നുവട പോലായി കേട്ടോ ചേച്ചി. എനിക്കറിയത്തില്ല. ഓ, ഈ നേരമില്ലാത്ത നേരത്തെ ഈ പെണ്ണെന്തിനീ കിടന്ന് വിളിക്കുന്നത്? ഹലോ എടി സുജാത, നീ എവിടെ അടി? എടി, ഞാൻ രാവിലെ വില്ലേജ് ഓഫീസറോട്ട് ഇങ്ങ് പോന്നു. യോ, നിനക്ക് ജോലി കിട്ടിയോ? കിട്ടി. ഇവിടെ ഓഡിറ്ററായിട്ട് ജോലി കിട്ടി. എന്നെ പോവണേ അവിടുന്ന്. എടി, ബാങ്കിൽ ഒരു ലോണിന് പോയതാടി. അവിടെ ചെന്നപ്പോ അവർക്ക് ഇതുപോലെ സംശയമില്ല. എന്റെ അച്ഛൻ മരിച്ചു പോയതല്ലയോ? ഞങ്ങൾ 4-5 മക്കളെ ഉള്ളോ, വേറെ വല്ല അവകാശികളും ഉണ്ടോ, ഇതില്ലെന്ന് തെളിയിക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്ന് എന്തോന്നാ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് ചെല്ലണമെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു പോയതായതുകൊണ്ട് അച്ഛന്റെ മരണത്തിൽ പങ്കെടുത്ത ഞങ്ങൾ അച്ഛനെ അറിയാവുന്ന, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ, അച്ഛനെ അറിയാവുന്ന അയൽവക്കക്കാരായിട്ടുള്ള ആരെങ്കിലും വിളിക്കണമെന്ന്. ഞാൻ മറ്റേ നമ്മുടെ ഇല്ലേ ദിവാകര കൈമളങ്കിളില്ലയോ, ആ അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലാത്ത ആ മനുഷ്യനെ കൊണ്ടാന്നോ? ആര് പറഞ്ഞ അങ്ങേർക്ക് ഓർമ്മയില്ലെന്ന്? ഈ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ബ്ലൗസിന്റെ നിറം വരെ അങ്ങേർക്ക് അറിയാം. നീ വെക്ക, ഞാൻ വിളിക്കാവടി. എന്തോ ചെയ്യാനാന്ന് പറ. മനുഷ്യനെ വലയ്ക്കാനായിട്ട് ഓരോരോ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുവാന്നേ. സത്യം പറയല്ലോ, ഇന്ന് അയാൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പ്യൂട്ടർ എല്ലാം ഞാൻ തല്ലി ഞാനോ പൊട്ടിക്കും. ആ മൗസ് ഞാൻ ചവിട്ടിക്കളയും. ഞാൻ പറഞ്ഞേക്ക് ഇതെല്ലാം മാറ്റിയിട്ട് വല്ല വീട്ടിലോണും തുടങ്ങണം. അതാ വേണ്ടുന്നത്. എങ്ങനെ ബഹളം വെക്കാതിരിക്കും? എന്റെ ഇൻസൾട്ട് ചെയ്താ പൊന്നുകൊച്ചാട്ടാ. ഞാൻ എപ്പോ വന്നേന്നറിയാവോ? ഒരു അപേക്ഷ കൊടുത്തിട്ട് 4-5 ദിവസമായി. ഇന്നേ നാഴിക വരെ ആ വില്ലേജ് ഓഫീസർ പുറത്താനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് അയാൾ വന്ന് എന്റെ കാര്യം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ സുജാതയാ പറയുന്നത് ഞാൻ പച്ചമണ്ണ് വാരി ഞാൻ വടക്കോട്ട് ഞാൻ പ്രാകും. അയാളെ തല ഇടുത്തി പോ ഞാൻ പറഞ്ഞേക്കാം. ഇനി തലമട്ട ഞാൻ അടിച്ചാൽ കമ്പ്യൂട്ടർ വെച്ചിട്ട്. എന്തോ പറഞ്ഞാലും ഒരു രക്ഷയില്ല. ചുമ്മാ കേറി ഇറങ്ങി നടക്കത്തേ ഉള്ളൂ. അത് കൊച്ചാട്ടം പറഞ്ഞത് 110% ശരിയാ കേട്ടോ. ഏതപേക്ഷയാ വെച്ചേക്കുന്നത്? അപേക്ഷ വെച്ചിട്ടില്ല. പിന്നെ ഞാനാ ഇവിടുത്തെ വില്ലേജ് ഓഫീസറാ. സത്യം പറയാമല്ലോ, വില്ലേജ് ഓഫീസറെ കണ്ടില്ല എന്നുള്ളെങ്കിൽ ഈ ചിരിക്കുന്ന നാട്ടുകാർ മൊത്തം ഇങ്ങനാ പറയുന്നത്. ഈ സുജാത അങ്ങനെ പറയത്തില്ല, കാരണം എനിക്ക് വിവരമുണ്ട്. കേട്ടു. ഞാൻ ഉള്ളപ്പോ ഇത്രയും, അപ്പൊ ഞാൻ ഇല്ലാത്തപ്പോ എന്തോ പറഞ്ഞു. ഞാൻ ഒന്നും പറഞ്ഞില്ല. നേണ്ടി ഇവരോടെ കേട്ടോണ്ടിരിക്കുവോ? കമാന്ന് 2 അക്ഷരം ഞാൻ ഇന്നേ നാഴിക വരെ പറഞ്ഞില്ലേ? സത്യവാദം. ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ 1.5 മിനിറ്റും നല്ലൊരു മ്യൂസിക്കും കൊണ്ട് കളഞ്ഞു ഇല്ലയോ? അല്ല 2-3 ദിവസമായിട്ട് ഞാൻ ഇവിടെ കേറി ഇറങ്ങുവാ. അതായത് ഈ അച്ഛന്റെ പേരിലുള്ള ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടി നടക്കുവാ ഞാൻ. ഒന്ന് നോക്ക് സാറേ എന്റെ അപേക്ഷ. ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്. സുരേഷേ, എന്നാടാ ജില്ലാ സമ്മേളനം? 25-ാം തീയതി. ഒരാഴ്ച ജില്ലാ സമ്മേളനം നടത്താമോ? എനിക്ക് ഒരാഴ്ച ലീവ് എടുക്കാനായിരുന്നു. ശരി. മതി. പിന്നെ വേറൊരു കാര്യം, ഈ പ്രാവശ്യം ജില്ലാ സമ്മേളനത്തിന് വന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ പറ്റിക്കരുത്. മുത്തുക്കൊട എൻ്റെ തന്നെ തരണം. ഫ്രണ്ടി മുത്തുക്കൊട പിടിച്ചെനിക്ക് നടക്കാനാ കേട്ടോ. പിന്നെ ബാഡ്ജ് ഒരു 2 എണ്ണം കൂടെ തരണം. എനിക്ക് വീട്ടിൽ കലണ്ടറെ കൊണ്ട് കുത്തിവെക്കാനാ കേട്ടോ. ശരി. ഞാൻ നമുക്ക് ഈ യൂണിറ്റ് സമ്മേളനത്തിന് നമുക്ക് കണ്ടാലോ? അയ്യോ സാറ് വീണായിരുന്നോ? സാറ് വീണോ? ഞാൻ കണ്ടില്ലായിരുന്നു. നിനക്ക് കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ വീഴണോ ഇവിടെ? സാറേ ഇതൊന്ന് പിടിക്കും സാറേ. സാറിനെ പിടിച്ചു കയറാനല്ല, ലോൺ എടുത്ത് എനിക്ക് വല്ല വിധേനെ ഒന്ന് പിടിച്ചു കയറാനാ സാറേ. ഒന്ന് നോക്കി തട്ടിക്കളഞ്ഞ്. ഇത് എന്തോലുള്ള ലോണാ ഇത്? സംഭവം എന്തോ ഇത്? അതായത് 8 ലക്ഷം രൂപയ്ക്ക് ഒരു പൊടിമില്ല് തുടങ്ങാനുള്ള ലോണാ. ഓ, തുമ്മിച്ചാവാനുള്ള ലോണാ.